നാറ്റോയുടെ നേതൃത്വത്തിൽ ബാൾട്ടിക് കടലിൽ റഷ്യക്കെതിരെ പടയൊരുങ്ങുന്നു. ഈ അടുത്ത ദിവസങ്ങളിലാണ് ബാൾട്ടിക് കടലിലൂടെ എസ്തോണിയയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന കേബിൾ മുറിഞ്ഞത്. കേബിളിന് നാശമുണ്ടാക്കിയത് റഷ്യൻ കപ്പലാണെന്ന് പറഞ്ഞ് കപ്പൽ അധികൃതർ പിടിച്ചെടുത്തിരുന്നു. റഷ്യയുടെ മനഃപൂർവ്വമായ ഇടപെടലാണ് കേബിൾ മുറിയാൻ കാരണമെന്ന ആരോപണം അപ്പോൾ തന്നെ ഉയർന്നിരുന്നതാണ്. ഇതിനെ തുടർന്നാണിപ്പോൾ റഷ്യക്കെതിരെ ബാൾട്ടിക് സമുദ്രത്തിൽ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ നാറ്റോ പദ്ധതിയിടുന്നത്. നാറ്റോ തലവൻ മാർക്ക് റൂട്ടെ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. അന്തർവാഹിനി കേബിളുകളിലുണ്ടായ തടസ്സം അടിസ്ഥാന സൗകര്യങ്ങളുടെ സുരക്ഷയിൽ നാറ്റോയ്ക്ക് ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നാൽ അന്തർവാഹിനി കേബിളുകളുടെ തടസ്സത്തിന് കാരണം റഷ്യൻ കപ്പലുകളാണെന്ന സംശയം മാത്രമാണുള്ളത്. അത് കൃത്യമായും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ കാരണത്തിന്റെ പേരിൽ നാറ്റോ മനഃപൂർവ്വം റഷ്യക്കെതിരെ പടയൊരുക്കാനുള്ള അവസരമാക്കിയതിനെ മാറ്റുകയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ഫിൻലാൻഡിൽ നിന്നും എസ്തോണിയയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്ന കേബിളാണ് മുറിഞ്ഞത്. അതുവഴി കടന്നുപോയ ഈഗിൾസ് എന്ന കപ്പലാണ് നിലവിൽ ഫിൻലാൻഡ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. വളരെ കാലപ്പഴക്കം ചെന്നതും കൃത്യമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാത്തതുമായ ആ കപ്പൽ റഷ്യ എണ്ണക്കടത്തിനായി ഉപയോഗിക്കുന്നതാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. കേബിൾ കടന്നുപോകുന്ന ഭാഗത്തെത്തിയപ്പോൾ കപ്പൽ അതിന്റെ വേഗത 1/3 കുറച്ചെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതും റഷ്യക്കെതിരെ സംശയം ജനിപ്പിക്കുന്നതിന് കാരണമായി. എന്നാൽ അത് റഷ്യൻ കപ്പൽ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിനുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആ സംഭവത്തെ തുടർന്ന് ഫിന്നിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായി നാറ്റോ തലവൻ മാർക്ക് റുട്ടെ ഫോണിൽ സംസാരിച്ചിരുന്നു. അതേ തുടർന്നാണ് റഷ്യക്കെതിരെ ഉപരോധങ്ങൾ തീർക്കാനുള്ള നാറ്റോയുടെ നീക്കം. എന്നാൽ സംഭവത്തിൽ റഷ്യയുടെ പങ്ക് തെളിയിക്കാതെയുള്ള ഈ നീക്കം മനഃപൂർവ്വമുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായേ കാണാൻ കഴിയൂ. റഷ്യ യുക്രൈൻ സംഘർഷങ്ങൾക്ക് ഇപ്പോഴും അയവില്ല. ഇവരുടെ സംഘർഷങ്ങൾ ചൂണ്ടിക്കാട്ടി 2014 മുതൽ തന്നെ ബാൾട്ടിക് സമുദ്രത്തിൽ നാറ്റോ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റഷ്യൻ അതിർത്തിയോട് ചേർന്ന് നാറ്റോ പതിവായി യുദ്ധവിമാനങ്ങൾ വിന്യസിക്കാറുമുണ്ട്. ഇപ്പോൾ അന്തർവാഹിനി കേബിളിലുണ്ടായ നാശത്തെ തുടർന്ന് റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് യൂറോപ്യൻ യൂണിയൻ. അതിലൊന്നാണ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് ടാങ്കറുകൾക്ക് മേൽ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന ഉപരോധം. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യയ്ക്ക് മേൽ ധാരാളം അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് വകവയ്ക്കാതെയാണ് റഷ്യ പലപ്പോഴും എണ്ണ കടത്തുന്നത്. അതിനായി അവർ ഉപയോഗിക്കുന്ന ടാങ്കറുകളുടെ ശൃംഖലയാണ് ഷാഡോ ഫ്ലീറ്റ്. പാശ്ചാത്യ ഉപരോധങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളിലേക്ക് ഇതുപയോഗിച്ച് വ്യാപാരം നടത്താറുണ്ട്. വ്യക്തിഗത കപ്പലുകൾ, അവയുടെ ഉടമകൾ, ഓപ്പറേറ്റർമാർ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ ലക്ഷ്യമിടുന്നവയാണ് യൂറോപ്യൻ യൂണിയന്റെ ഉപരോധങ്ങൾ. റഷ്യയുടെ പ്രധാന വരുമാന മാർഗമാണ് എണ്ണ വിൽപ്പന. അതിൽ നിന്നും റഷ്യയെ തടയുക എന്ന ലക്ഷ്യമാണ് ഷാഡോ ഫ്ലീറ്റ് തടയുന്നതിലൂടെ പദ്ധതിയിടുന്നത്. ഇതോടൊപ്പം പാശ്ചാത്യ ഉപരോധം മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്ന മൂന്നാം രാജ്യങ്ങളെ തടയുന്നതിനുള്ള നടപടികളും ഇവർ തയ്യാറാക്കുന്നു. മറ്റൊരിടത്ത് റഷ്യയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള റഷ്യൻ വാതക വിതരണം യുക്രൈൻ തടഞ്ഞാൽ യുക്രൈനിലേക്കുള്ള വൈദ്യുതി വിതരണം വെട്ടിക്കുറയ്ക്കുമെന്നാണ് അദ്ദേഹം യുക്രൈന് മുന്നറിയിപ്പ് നൽകിയത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കുള്ള റഷ്യൻ വാതക വിതരണം യുക്രൈൻ തടഞ്ഞാൽ യുക്രൈനിലേക്കുള്ള വൈദ്യുതി വിതരണം വെട്ടിക്കുറയ്ക്കുമെന്നാണ് അദ്ദേഹം യുക്രൈന് മുന്നറിയിപ്പ് നൽകിയത്. റഷ്യൻ എണ്ണ സ്ലോവാക്യയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കത്തെ യുക്രൈൻ തടഞ്ഞിരുന്നു. ഹംഗറിയും സ്ലോവാക്യയും റഷ്യയിൽ നിന്നുള്ള എണ്ണയെ വലിയ തോതിൽ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈൻ്റെ ഈ നീക്കം അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് റഷ്യയ്ക്ക് പിന്തുണയും യുക്രൈന് താക്കീതുമായി അവർ രംഗത്തെത്തിയത്.